അസ്സലാമലൈക്കും. നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ട്രഡീഷണൽ വിഭവം ആട്ടോ. ഒരു ട്രഡീഷണൽ വിഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സമയം എടുക്കും റെഡിയായി വരാൻ. വേറൊന്നുമില്ല, ഒരു ബീഫ് വിഭവമാണ്. അതായത് വിറകടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് ഫ്രൈ ആട്ടോ. ഈ ബീഫ് ഫ്രൈ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുപ്പിൽ കിടന്നേ ഗ്രേവിയൊക്കെ വറ്റി നല്ല ഫ്രൈ ചെയ്ത പോലെ ആയി വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാനിവിടെ അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുപ്പ് കത്തി പിടിക്കട്ടെ. പിന്നെ ഞാൻ മൺകലത്തിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കാം കേട്ടോ. അതൊന്നുമില്ല, കുറച്ച് വെള്ളം. നമ്മുടെ അടുപ്പൊക്കെ കത്തി ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ബീഫിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബീഫിൽ ബോൺസും ഉണ്ട്, വിത്ത് ബോണോട് കൂടിയിട്ടുള്ള ബീഫായത്. പിന്നെ നല്ല പീസുകൾ ഞാൻ നല്ല ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഈ ബീഫിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ബീഫിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ സാധാരണ ചില്ലി പൗഡറും ചേർക്കട്ടോ. എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 or 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഉലുവ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ഉലുവ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് പെരിഞ്ജീരകം ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കൈ ഉപയോഗിച്ചിട്ടൊക്കെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും വേണ്ടേന്ന്. എല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ബീഫ് ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പാനിൽ വെച്ചിട്ട് അടുപ്പ് കത്തിച്ചെടുക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിനെ ഞാൻ ഈ മൺകലത്തിലോട്ട് മാറ്റിയാണ്. ഇത് പ്രഷർ കുക്കർ പോലെ ഒന്നും വേവിച്ചെടുത്താൽ പോലെ കേട്ടോ. പ്രഷർ കുക്കറിലാണെങ്കിൽ ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കില്ല. എന്നാലും നമ്മൾ അടുപ്പിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിക്കണം. അതുപോലെ ഈ കലത്തിന് ഏകദേശം 1/4 ഭാഗത്തോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് കുക്കാകട്ടെ. ഇപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് അതെല്ലാം ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫിലോട്ട് വേണ്ടിയിട്ട് 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 10 ചെറിയുള്ളിയാണ്. ഒരു 3 ഇഞ്ച് നീളത്തോളം വരുന്ന ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുപ്പിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും ക്രഷ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് ഉപയോഗിക്കാം. ഇഞ്ചി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കാരണം ഇത് 2-3 മണിക്കൂർ കിടന്ന് തിളച്ച് വെന്ത് വരികയാണ്. അപ്പോഴേക്കും ഇതെല്ലാം കുക്കായി അരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ബീഫിലോട്ട് ചേർക്കാം. നമ്മൾ ബീഫ് ഫ്രൈ ആക്കുന്നത് കൊണ്ട് തന്നെ ഇതിലോട്ട് ഒരുപാട് സ്പൈസസ് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ച് സ്പൈസസ് ചേർത്താൽ മതി. ഇതിങ്ങനെ കിടന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബീഫ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ബീഫിൽ നിന്ന് വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബീഫിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാട്ടോ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇവിടെ ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വെച്ചിരുന്നു. അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ വെള്ളം ഞാൻ ഈ ബീഫിലോട്ട് ഒഴിക്കണം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്കിതിലോട്ട് ഈ വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ബീഫ് കുക്കായി വരും. ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം ആയി കേട്ടോ. ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ വെള്ളം വറ്റിയിട്ടും ബീഫ് കുക്കായില്ലാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കണം. പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കണം, തണുത്ത വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇനി നമ്മുടെ ബീഫ് കുക്കായി വരട്ടെ. ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് എന്തായാലും നോക്കാം കേട്ടോ. നമുക്ക് ഇതിൽ വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് വരണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ഫ്രൈ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കാം. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മുടെ ഈ ഗ്രേവി വറ്റി വരണം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കുരുമുളക് ചേർത്തിരുന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ച് കുരുമുളക് ചേർക്കട്ടെ. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ചേർത്തിരിക്കുകയാണ്. ഫ്രഷ് ആയിട്ട് തന്നെ ക്രഷ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗരം മസാല പൗഡർ ചേർക്കാം. 1 പിഞ്ചോ 2 പിഞ്ചോ ചേർക്കാം കേട്ടോ. ഒരുപാട് ചേർക്കണ്ട. ഗരം മസാലയുടെ സ്മെല്ല് മുന്നിട്ട് നിൽക്കണ്ട. എന്നാലോ ചെറുതായിട്ടൊരു സ്മെല്ല് വേണേനും ആ ഒരു രീതിയിലാട്ടോ വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിങ്ങനെ ഇരുന്നിട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. എനിക്ക് ഈ ഗ്രേവിയോടുകൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുപ്പിൽ നിന്ന് തീയിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ എൻ്റെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു വിറകെ ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ.
ഈ ഒരു വിറകിൻ്റെ ചൂടിൽ വേണം നമ്മുടെ ഈ ബീഫ് ഡ്രൈ ആയിട്ട് വരാൻ. അടുപ്പ് നല്ല കനലുള്ളത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ ഒഴിക്കുന്ന എണ്ണയല്ലാതെ നമ്മൾ ഈ ബീഫ് ഫ്രൈയിലോട്ട് വേറെ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ ബീഫ് എടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നെയ്യോട് കൂടെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉപയോഗിച്ച എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ എണ്ണ ഒഴിവാക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ബീഫ് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒന്നുകൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, പക്ഷെ ഞാനിവിടെ ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ ബീഫ് ഫ്രൈ സെർവ് ചെയ്യാം കേട്ടോ. അത് ഞാൻ ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഫൈനൽ ടച്ച് കൊടുക്കാം. വേറെ ഒന്നുമില്ല, ഞാനിവിടെ 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഈ പാനിലോട്ട് ചേർക്കാം. ഈ ബീഫ് ഫ്രൈയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ ഈ പച്ചമുളകിൻ്റെയും സ്മെല്ലാട്ടോ. അപ്പോൾ ഇനി ഇത് ഇരുന്നിട്ട് ഡ്രൈ ആയി വരട്ടെ. ഇനി എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കുന്നോ അത്രത്തോളം ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഡെലിഷ്യസ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഫ്രൈ ചെയ്ത പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഈ പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബീഫ് ഫ്രൈയുടെ ഹൈലൈറ്റും ഇത് തന്നെയാണ്. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.